എറണാകുളത്ത് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ യുവതി കുഞ്ഞിന് ജന്മം നൽകി. യുവതിയുടെ കൂട്ടുകാർ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് നോർത്ത് പോലീസ് ഉടൻ സ്ഥലത്തെത്തി അമ്മയെയും കുഞ്ഞിനെയും ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നവജാത ശിശുവിനെ അമ്മ എറിഞ്ഞുകൊന്നതിന്റെ നടുക്കം മാറും മുൻപേ മറ്റൊരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതാണ് ഇവിടെ ആശ്വാസമാകുന്നത്. പ്രദീപ് ജോസഫ് വിവരങ്ങൾ നൽകും. പ്രദീപ്, എന്താണ് ഉണ്ടായത്? പക്ഷേ 2 ദിവസം മുൻപാണ് നാടിനെ ആകെ നടുക്കത്തിലാക്കി നവജാത ശിശുവിനെ ഫ്ളാറ്റിന്റെ 5ാം നിലയിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞ് അമ്മ കൊലപ്പെടുത്തിയത്. എന്തായിരുന്നാലും ആശങ്ക ജനിപ്പിക്കുന്നതാണ് എങ്കിൽ തന്നെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇന്ന് ഉള്ളത്. എറണാകുളം നഗരമധ്യത്തിലെ ഒരു ഹോസ്റ്റലിലാണ് അവിവാഹിതയായ യുവതി പ്രസവിച്ചത്. ഇവർക്കൊപ്പം ഹോസ്റ്റൽ മുറിയിൽ മറ്റ് 6 പെൺകുട്ടികൾ കൂടി അന്തേവാസികളായി ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഈ പെൺകുട്ടിയോട് ഇവർ ആരോഗ്യകാര്യങ്ങളും മറ്റും ചോദിച്ചപ്പോൾ ഗ്യാസ് മൂലം വയറിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അനാരോഗ്യം എന്നൊക്കെയാണ് ഈ പെൺകുട്ടി സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. ഇന്ന് രാവിലെയാണ് ഈ പെൺകുട്ടി, ഈ യുവതി ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. ആൺകുഞ്ഞിന് 2.5 കിലോഗ്രാം തൂക്കമുണ്ട്, പൂർണ്ണ ആരോഗ്യവാനാണ്. ഇത്തരത്തിൽ ബാത്റൂമിൽ കയറി ഏറെ നേരം കഴിഞ്ഞിട്ടും ഈ യുവതി പുറത്തേക്ക് വരാത്തതിനെ തുടർന്ന് ഇവരുടെ മുറിയിൽ താമസിക്കുന്ന മറ്റ് 6 പെൺകുട്ടികൾ വാതിലിൽ തട്ടി വിളിക്കുന്നു. ഏറെ നേരമായിട്ടും അവർ വാതിൽ തുറക്കുന്നില്ല. പിന്നീട് ഈ 6 യുവതികൾ ചേർന്ന് വാതിൽ തല്ലിപ്പൊളിച്ച് എന്ന് പറയുന്നത് പോലെ ബാത്റൂമിനകത്തേക്ക് കയറുകയായിരുന്നു. അപ്പോഴാണ് ശുചിമുറിയിൽ ഈ നവജാത ശിശുവിനെയുമായി ഈ തങ്ങളുടെ മുറി പങ്കിടുന്ന യുവതി നിൽക്കുന്നത് കണ്ടത്. ഈ പെൺകുട്ടികൾ വിവേകപൂർവ്വം പെരുമാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഉടൻ തന്നെ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസും ആ ഫോൺ വിളിയുടെ വികാരം ഉൾക്കൊണ്ട് തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഹോസ്റ്റലിലേക്ക് പാഞ്ഞെത്തി. തുടർന്ന് അമ്മയെയും കുഞ്ഞിനെയും എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇരുവരും എറണാകുളം ജനറൽ ആശുപത്രിയിലുണ്ട്. അതേസമയം കാമുകനിൽ നിന്നാണ് ഗർഭം ധരിച്ചത് എന്നാണ് ഈ യുവതി പോലീസിന്. ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം ഒപ്പമുള്ളവർക്ക് അറിയില്ലായിരുന്നോ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നേരത്തെ തന്നെ ശാരീരികമായ ചില അസ്വസ്ഥതകളും മറ്റും കണ്ടപ്പോൾ ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരികൾ ചോദിച്ചിരുന്നു എന്താണ് പറ്റിയതെന്ന്. പക്ഷേ താൻ ഗർഭിണിയാണ് എന്ന് അവർ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. മറിച്ച് ഗ്യാസിൻ്റെതും മറ്റുമായ ചില അസ്വസ്ഥതകളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണം തോന്നുന്നത്, തന്നെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. കൂട്ടുകാരികൾ അത് വിശ്വസിച്ചു എന്നോ അല്ലെങ്കിൽ സംശയത്തോടെ നോക്കി എന്നോ പറയാം. എന്തായിരുന്നാലും ഇന്ന് രാവിലെ ആ കൂട്ടുകാരികളുടെ ഇടപെടൽ തന്നെയാണ് ഒരു കുരുന്ന് ജീവൻ രക്ഷിക്കാൻ ഇടയാക്കിയത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ പെൺകുട്ടികളുടെ വിളി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ഉടൻ തന്നെ പോലീസുകാർ ഹോസ്റ്റലിൽ പാഞ്ഞെത്തി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. കാമുകനിൽ നിന്നാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് എന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ കാമുകൻ എന്ന് പറയുന്ന ആളുടെ വീട്ടുകാരെയും ഈ യുവതിയുടെ വീട്ടുകാരെയും പോലീസ് എറണാകുളത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. തെക്കൻ ജില്ലകളിൽ നിന്നുള്ളതാണ് ഈ പെൺകുട്ടി. എറണാകുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. എന്തായിരുന്നാലും അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ ഗർഭിണിയായതും അല്ലെങ്കിൽ പ്രസവിച്ചതുമൊക്കെ വീട്ടുകാരിൽ നിന്ന് പോലും ഒളിച്ചു വയ്ക്കാൻ വേണ്ടിയാണ് യുവതി കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് താഴേക്കെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ഇവിടെയും കൂട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നുമൊക്കെ ഈ പെൺകുട്ടിയും ഇക്കാര്യം മറച്ചുവെച്ചു. പക്ഷേ ഒരുപക്ഷെ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കപ്പെടണം എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം. എന്തായിരുന്നാലും ഈ മുറിയിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റു പെൺകുട്ടികൾ അങ്ങേയറ്റം വിവേകത്തോടെ പെരുമാറി. അവർ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ശുചിമുറിക്കുള്ളിൽ കടന്ന് ഈ കുഞ്ഞിനെ എടുത്തു. അപ്പോൾ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. പോലീസും അതിവേഗം പാഞ്ഞെത്തി അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. പ്രദീപ്, നമ്മളൊക്കെ ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവമാണെങ്കിലും എപ്പോഴും പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുകയാണല്ലോ. ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്ക് പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് നമ്മളെപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെയും സമാനമായി തന്നെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരികൾക്ക് അറിയില്ല, മറ്റാർക്കും ഈ കാര്യം അറിയില്ലായിരുന്നു. ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നുള്ള കാര്യം മറ്റാർക്കും അറിയില്ലായിരുന്നോ? ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ കൂട്ടുകാരികളുടെ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് തീരുമാനിച്ചിരുന്നു എന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും മറ്റ് സാധ്യതകളുണ്ട്. ഒപ്പം തന്നെ ശുചിമുറിയിൽ പ്രസവിക്കുക എന്നൊക്കെ പറയുന്നത് അത് അത്ര റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി. അതെ, നമുക്കറിയാം ശുചിമുറിയിലും മറ്റും പ്രസവിക്കുക എന്ന് പറയുന്നത് റിസ്ക് എന്ന് മാത്രമല്ല, അതായത് ആ കുഞ്ഞിന്റെ ആരോഗ്യത്തിനും ഏറ്റവും കുഞ്ഞിന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചേക്കാവുന്ന അതല്ലെങ്കിൽ അപകടത്തിലായേക്കാവുന്ന സാഹചര്യം തന്നെയാണിത്. പ്രത്യേകിച്ചും പലപ്പോഴും നമുക്കറിയാം വീടുകളിൽ നടക്കുന്ന പ്രസവങ്ങളിൽ പോലും അമ്മമാർക്ക് മരണവും മറ്റും സംഭവിക്കാറുണ്ട്. അശാസ്ത്രീയമായ പരിചരണം, അശാസ്ത്രീയമായ ചികിത്സ, ഇവയുടെ ഇത്തരം കാരണങ്ങളാലൊക്കെ. അപ്പോഴാണ് ആരുടെയും സഹായമില്ലാതെ, പരസഹായം ഇല്ലാതെ അല്ലെങ്കിൽ ആരെയും അറിയിക്കുക പോലും ചെയ്യാതെ ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുള്ളത്. എന്തായിരുന്നാലും ഈ പെൺകുട്ടികൾ ശുചിമുറിക്കുള്ളിലേക്ക് കയറുമ്പോൾ തങ്ങളുടെ മുറി പങ്കിടുന്ന ആ യുവതി കുഞ്ഞിനെയും എടുത്ത് കയ്യിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു. അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും മറ്റുള്ളവർ ഇത്തരത്തിലുള്ള ഒരു
അവിഹിത ബന്ധം അല്ലെങ്കിൽ അവിഹിത ഗർഭം അറിഞ്ഞാലത്തെ നാണക്കേടോടത്തായിരിക്കാം അവർ സ്വന്തം മുറി പങ്കിടുന്ന കൂട്ടുകാരോട് പോലും പറയാതിരുന്നത്. എന്തായിരുന്നാലും ഹോസ്റ്റലിലോ വീട്ടിലോ ഒന്നും അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒപ്പം താമസിക്കുന്ന, നമുക്കറിയാം, ഒരു ഹോസ്റ്റലിൽ ഒപ്പം താമസിക്കുന്നവർ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആത്മാർത്ഥ സുഹൃത്തുക്കൾ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളോട് പോലും പറയാതെ അല്ലെങ്കിൽ അവരിൽ നിന്ന് പോലും വളരെ തന്ത്രപൂർവ്വം അത് മറച്ചുവെച്ചു. ഇത്തരം അങ്ങേയറ്റം സ്വകാര്യമായ ഒരു കാര്യമായതുകൊണ്ട് കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നതിനപ്പുറം അവർക്ക് ഒരുപക്ഷെ മറ്റൊന്നും ചെയ്യാനുണ്ടാവില്ല. എന്തായിരുന്നാലും അവർ ചില സംശയങ്ങൾ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരികൾ പലതവണ ഈ പെൺകുട്ടിയോട് എന്താണ് ആരോഗ്യത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. മാത്രമല്ല, ഒരു ഗർഭലക്ഷണങ്ങൾ കാണിച്ചപ്പോഴൊക്കെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ കൂട്ടുകാരികൾ ചോദിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ വളരെ തന്ത്രപരമായി ഈ ഗർഭിണിയായ യുവതി ഒഴിഞ്ഞു മാറുകയായിരുന്നു. പക്ഷേ എന്തായിരുന്നാലും ഗർഭിണിയായിരുന്നാൽ പ്രസവിക്കാതിരിക്കാനാവില്ലല്ലോ. ഇന്ന് രാവിലെ ശുചിമുറിയിൽ കയറി ഏറെ നേരം കഴിഞ്ഞിട്ടും ഈ യുവതി പുറത്തേക്ക് വന്നില്ല. തുടർന്നാണ് ഈ പെൺകുട്ടികൾക്ക് സംശയം തോന്നി, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നുള്ള സന്ദേഹത്തോടെ ഇവർ വാതിലിൽ മുട്ടുന്നു. ബാത്റൂമിന് ഉള്ളിലായിരുന്ന, ശുചിമുറിക്ക് ഉള്ളിലായിരുന്ന ഈ പ്രസവിച്ച യുവതി വാതിൽ തുറക്കാൻ തയ്യാറാകുന്നില്ല. ബലപ്രയോഗത്തിലൂടെ എന്ന് പറയാം. അതായത് വാതിൽ ചവിട്ടിപ്പൊളിച്ച് ഒപ്പമുണ്ടായിരുന്ന ഈ 6 കൂട്ടുകാരികൾ ശുചിമുറിക്കുള്ളിൽ കയറി. അപ്പോഴാണ് കുഞ്ഞിനെയുമായി ആ യുവതി നിൽക്കുന്നത് കണ്ടത്. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവർ ഈ വിവരം മറച്ചു വയ്ക്കാതെയും പോലീസിൽ അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇത്തരമൊരു കാര്യം മറച്ചു വെച്ചിരുന്നു എങ്കിൽ അവർ ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളികൾ കൂടി ആയിരുന്നേനെ. എന്തായിരുന്നാലും ഈ പ്രസവ വിവരം മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെ മറ്റാരും അറിയാതെ എവിടേക്കെങ്കിലും മാറ്റുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ കൂട്ടുകാരായ പെൺകുട്ടികൾ തയ്യാറായില്ല. ഒരു നിമിഷം പോലും കളയാതെ തൊട്ടടുത്തുള്ള എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ വിളിക്കുകയായിരുന്നു. പോലീസും നിമിഷങ്ങൾക്കുള്ളിൽ പാഞ്ഞെത്തി അമ്മയെയും കുഞ്ഞിനെയും ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2.5 കിലോ തൂക്കമുള്ള കുഞ്ഞ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സാധാരണഗതിയിൽ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് തന്നെയായിരിക്കും. പൂർണ്ണ ആരോഗ്യവാനാണ് കുഞ്ഞ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അമ്മയ്ക്കും പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസിനെ സംബന്ധിച്ച് ഇവരുടെ ബന്ധുക്കളെ വിളിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത്. കാമുകനിൽ നിന്നാണ് ഗർഭിണിയായത് എന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കാമുകന്റെയും ഒപ്പം യുവതിയുടെയും വീട്ടുകാരെ എറണാകുളത്തേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്.